റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ഇംഗ്ലണ്ടിൽ നിലവിലുള്ള വാടക കരാറിൽ കാതലായ പൊളിച്ചെഴുത്തിന് ഗവൺമെന്റ് തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിന്റെ ഭാഗമായി റെന്റേഴ്സ് റൈറ്റ് ബിൽ ഹൌസ് ഓഫ് ലോർഡ്സിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെന്ന് പുതിയതായ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതുൾപ്പെടെ 1000-ലധികം ഭേദഗതികൾ ബില്ലിൽ ഉണ്ടാകുമെന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പുതിയ നിയമങ്ങൾ ഇംഗ്ലണ്ടിലെ വാടകക്കാർക്ക് മാത്രമേ ബാധകമാകൂ എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവയ്ക്ക് വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. വാടകക്കാരുടെ അവകാശ ബില്ലിന്റെ പല ഭാഗങ്ങളും പ്രകടന പത്രികയിൽ ലേബർ പാർട്ടി നടത്തിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽപ്പെട്ടവയാണ്. അതായത് സ്വകാര്യ വാടകയെ പരിവർത്തനം ചെയ്യണമെന്ന ലേബർ ഗവൺമെന്റിന്റെ പുതിയ പ്രകടന പത്രികയിലെ പ്രതിജ്ഞയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് വാടകക്കാരുടെ അവകാശ ബിൽ. 2024 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവതരിപ്പിക്കാനിരുന്ന കൺസർവേറ്റീവ് പാർട്ടി സർക്കാർ രൂപകൽപ്പന ചെയ്തിരുന്ന ബില്ലിലെ നിർദ്ദേശങ്ങളിലും പലതും പുതുതായ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയതും നിലവിലുള്ളതുമായ വാടകക്കാർക്ക് ഒരേ സമയം പുതിയ വാടക സമ്പ്രദായം ബാധകമാകും. ഇത് നിലവിലുള്ള പഴയ ആശയക്കുഴപ്പങ്ങളും ഇല്ലാതാക്കുമെന്നും വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കൂടുതൽ സുരക്ഷ നൽകുമെന്നുമാണ് സർക്കാർ പറയുന്നത്. പുതിയ ബില്ലിലെ നിർദ്ദേശം അനുസരിച്ച് പെട്ടെന്നുള്ള കുടിയൊഴിപ്പിക്കൽ ഇനി സാധ്യമല്ല. ഇതുപോലെ തന്നെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ വാടക വർദ്ധിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. ചെങ്കോട്ടയായി കരുതപ്പെടുന്ന റൺകോണിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലേബർ ഗവൺമെന്റിനെ ഞെട്ടിച്ച് കേവലം 6 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി ഫറാജിന്റെ റീഫോം UK. 1500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം കൈയടക്കി വെച്ചിരുന്ന ലേബറിനെ ഞെട്ടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത്. ലേബർ പാർട്ടിക്കും സർക്കാരിനും കനത്ത പ്രഹരം നൽകിയാണ് വിജയം. കടുത്ത പോരാട്ടം അരങ്ങേറിയതോടെ വോട്ടെണ്ണൽ 2 തവണയാണ് നടന്നത്. ആദ്യം വോട്ടെണ്ണിയപ്പോൾ കേവലം 4 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് റീഫോം മുന്നേറിയത്. എന്നാൽ ഇത് വീണ്ടും എണ്ണിയതോടെ ലേബർ പ്രതീക്ഷിച്ചത് അസ്തമിച്ചുകൊണ്ട് ഭൂരിപക്ഷം 6 ആയിരുന്നു. MP ആയിരുന്ന ലേബർ പാർട്ടി പ്രതിനിധി മൈക്ക് അസംബ്രി രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഇവിടം നടന്നിരുന്നത്. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ വെറും 4 വോട്ടുകൾക്കാണ് റീഫോം UK അട്ടിമറി വിജയം നേടിയത്. എന്നാൽ ലേബർ പാർട്ടി റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടു. റീഫോം UKയ്ക്ക് വേണ്ടി സാറ ജോവാന പോച്ചിനും ലേബർ പാർട്ടിക്ക് വേണ്ടി കാരൻ ലൂയിസ് ഷോട്ടുമാണ് മത്സരിക്കുന്നത്. ഇരുവരും വനിതാ സ്ഥാനാർത്ഥികളാണ്. 2024 ലേബർ പാർട്ടി 2,23,053 വോട്ടുകൾക്കാണ് കരസ്ഥമാക്കിയത്. അന്ന് 2ാം സ്ഥാനത്തെത്തിയ റീഫോം UK 7,662 വോട്ടുകളാണ് നേടിയത്. കടുത്ത കുടിയേറ്റ വിരുദ്ധ പാർട്ടി അട്ടിമറി വിജയം നേടുമെന്നായിരുന്നു സർവേ ഫലം നൽകിയ സൂചന. ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ UK സന്ദർശനം പൂർത്തിയായിരിക്കുകയാണ്. ലണ്ടനിലെ ലങ്കാസ്റ്റർ ഹൌസിൽ നടന്ന സംയുക്ത ബിസിനസ് സ്വീകരണത്തോടെയാണ് സന്ദർശനം പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ ഈ സന്ദർശനം വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് സന്ദർശനാനന്തരം അദ്ദേഹം വ്യക്തമാക്കിയത്. UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി, ബിസിനസ് ആൻഡ് ട്രേഡ് സെക്രട്ടറി ജൊനാഥൻ റൈനോൾഡ്, ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ബിസിനസ് നേതാക്കൾ എന്നിവർ ഗോയലിനൊപ്പം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. UK സ്റ്റേറ്റ് സെക്രട്ടറി ബിസിനസ് ആൻഡ് ട്രേഡ് ജൊനാഥൻ റെയ്നോൾഡ്സിനൊപ്പം സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ UK പങ്കാളിത്തത്തിന്റെ വരാനിരിക്കുന്ന ശോഭനമായ ഭാവിയെക്കുറിച്ച് സംസാരിച്ചുവെന്നാണ് സംയുക്ത ബിസിനസ് സ്വീകരണത്തിന് ശേഷം ഗോയൽ പറഞ്ഞത്. സാമ്പത്തിക ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും നവീകരണത്തിൽ അധിഷ്ഠിതമായ വളർച്ച കൈവരിക്കുന്നതിനും ഇന്ത്യക്കും UKയ്ക്കും ഇടയിലുള്ള നിക്ഷേപ മാർഗങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള അവസരങ്ങൾ എടുത്തു കാണിച്ചു എന്നാണ് സമ്മേളനത്തിന് ശേഷം ഗോയൽ വ്യക്തമാക്കിയത്. UKയുമായുള്ള കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനായി മുതിർന്ന ബിസിനസ് നേതാക്കളുമായി ഗോയൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്ന് പുലർച്ചെ പെയ്ത മഴയിൽ ഡൽഹിയിലെ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. ലജപത് നഗർ, RK പുരം, ദ്വാരക എന്നിവയുൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായതായിട്ടാണ് റിപ്പോർട്ട്. 4 പേർ മരിച്ചതായിട്ടാണ് വിവരം. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പല വിമാനങ്ങളും വഴിതിരിച്ചുവിട്ടു. നിലവിൽ വിമാനങ്ങൾ 46 മിനിറ്റ് വൈകി എത്തുകയും 54 മിനിറ്റ് വൈകി പുറപ്പെടുകയുമാണ് ചെയ്യുന്നത്. 100 വിമാനങ്ങൾ വൈകി സർവീസ് നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. 40 വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത്. അതായത് എയർലൈൻസുമായി ബന്ധപ്പെട്ട ശേഷം മാത്രം യാത്രക്കാർ വിമാനത്താവളത്തിലെത്തിയാൽ മതിയെന്ന് ഡൽഹി വിമാനത്താവളം അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാകിസ്ഥാൻ വ്യോമപാത അടച്ചിട്ടാൽ കനത്ത നഷ്ടമുണ്ടാകുമെന്ന് എയർ ഇന്ത്യ. 1 വർഷത്തേക്ക് വ്യോമപാത അടച്ചിട്ടാൽ ഏതാണ്ട് 5068 കോടി രൂപയുടെ നഷ്ടം എയർ ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് നേരിടുവാൻ സാമ്പത്തിക സഹായം ആവശ്യമാണെന്നും എയർ ഇന്ത്യ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര പരിപാടികൾക്ക് മറുപടിയായിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ വിമാനങ്ങൾക്ക് വ്യോമപാതയിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. പാക് വ്യോമപാത അടച്ചതിനെ തുടർന്നുള്ള പ്രതിസന്ധികൾ വിവരിച്ച് എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ എയർലൈനുകൾ വ്യോമഗതാഗത മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. മന്ത്രാലയം ഈ സാഹചര്യം വിലയിരുത്തുകയാണെന്നും പ്രശ്നത്തിനുടൻ പരിഹാരം കാണുമെന്നും അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുവാൻ മന്ത്രാലയം വിവിധ എയർലൈൻ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏപ്രിൽ 24 മുതലാണ് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത്. വ്യോമപാത നിഷേധിച്ച പാകിസ്ഥാൻ നടപടിക്ക് പരിഹാരം കാണാൻ മറ്റു പാതകളിലൂടെ വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും അറിയിച്ചു. ഇതിന്റെ സാധ്യതകളും മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ രാജസ്ഥാൻ സ്വദേശി അറസ്റ്റിൽ. ജയ്സൽമേർ സ്വദേശി പത്താൻ ഖാനാണ് ഇന്റലിജൻസിന്റെ പിടിയിലായത്. 2013 മുതൽ ഇയാൾ അതിർത്തിയിലെ വിവരങ്ങൾ ISIക്ക് കൈമാറി വരികയായിരുന്നു. പത്താൻ ഖാൻ 2013 പാകിസ്ഥാൻ സന്ദർശിച്ച് ഇന്റലിജൻസ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുവെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്.
ഇനി കായിക വാർത്തകൾ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിനെ 3 വർഷത്തേക്ക് വിലക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സഞ്ജു സാംസനെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്നുണ്ടായ വിവാദത്തിലാണ് നടപടി. കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ പ്രസ്താവന നടത്തിയ ശ്രീശാന്തിനെ 3 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്ന് KCA അറിയിച്ചു. കൊച്ചിയിൽ ചേർന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രത്യേക ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. വിവാദ പരാമർശങ്ങളെ തുടർന്ന് ശ്രീശാന്തിന് KCA കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിലെ ഫ്രാഞ്ചൈസി ടീമുകൾക്കും നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി തൃപ്തികരമായതിനാൽ നടപടിയുണ്ടായില്ല. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 112.17 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.